എനിക്ക് ഇങ്ങനെ ഒടുക്കാൻ അറിയുള്ളൂ സർ. ഓ നോക്ക് ഭവാനി, എനിക്കിപ്പോൾ എന്തുമാത്രം സന്തോഷമുണ്ടെന്നറിയാവോ. നീ ഈ കല്യാണത്തിന് സമ്മതിച്ചത്, ഞാൻ നിന്റെ കരുത്തി താലി കെട്ടിയത്, ഇതൊന്നും എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റില്ല. ഇനിയുള്ള ബാക്കി കാലം നിന്റെ കൂടെ സന്തോഷത്തോടെ കഴിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഭവാനി. ചത്ത് തൊലയടാ. ചെയ്തിട്ടുണ്ടാവും, പാല് കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ ശരിക്കും ചെയ്തെന്താവോ? ഫോണും വന്നിട്ടില്ല. ഫോൺ എടാ, ഞാൻ പാലൊഴിച്ചു കൊടുത്തു. അത് കുടിച്ചപ്പോഴേ പെട്ടെന്ന് ശ്വാസം വലിച്ചു പിടിച്ച് താനകറങ്ങി വീണു. എന്നിട്ടുണ്ടല്ലോ, ശ്വാസം വലിച്ച് ശ്വാസം വലിച്ച് ശ്വാസം വലിച്ച് അവിടെ തന്നെ അടക്കാറ്റ് പോയി. കലക്കി. നമ്മൾ വിചാരിച്ച പോലെ നടന്നു. അയാളുടെ കമ്പനിയിലെ ആൾക്കാരെ നമ്പർ അറിയാം നിനക്ക്? എന്റെ അടുത്ത് മാനേജർ പ്രിയയുടെ നമ്പറുണ്ട്. ശരി, അവളെ വിളിച്ച് ഈ കാര്യം പറഞ്ഞേക്കെ. ബോധം കെട്ട് വീണെന്ന് മാത്രം പറയും, ഓക്കെ അല്ലേ? അവളോട് എത്തിയാലേ ആംബുലൻസ് മാറ്റ കാര്യമെല്ലാം നോക്കോ. ആ ആളെ ആംബുലൻസുകാരൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ മരിച്ചു പോയെന്ന് പറയും, ഓക്കെ അല്ലേ? അപ്പൊ ആരും എന്നെ സംശയിക്കില്ലല്ലോ അല്ലേ? നിന്നെ ആരും സംശയിക്കാൻ പോകുന്നില്ല. ഇങ്ങനത്തെ കാര്യങ്ങളിൽ വയസ്സായ ആൾക്ക് നെഞ്ഞുമേന വരുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് നിന്നെ ആരും സംശയിക്കില്ല. നീയും അതിനനുസരിച്ച് കുറച്ച് കരഞ്ഞോ, എല്ലാം ശരിയായിരിക്കും. എടാ റാം, എനിക്ക് നല്ല പേടിയുണ്ട്. എന്തെങ്കിലൊക്കെ സംഭവിച്ച ആകെ നാണക്കേടാവും. പിന്നെ നീ എന്നെ എന്തായാലും ജീവനോട് കാണില്ല. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഞാൻ ജീവിക്കുന്നതിന് ഐഡിയ പറഞ്ഞാൽ നീ ചാവുന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണോ? നീ വെറുതെ പേടിക്കൊന്നും വേണ്ട. നിന്നെ ആരും സംശയിക്കില്ല. ഞാൻ പറയുന്നത് മാത്രം ചെയ്താൽ മതി. മനസ്സിലായോ? എടി, മനസ്സിലായോന്ന്? ശരിയടാ. ഹലോ, ആ പറയൂ ഭവാനി, എന്താ ഈ സമയത്ത് വിളിച്ചിരിക്കുന്നത്? എന്ത് പറ്റി? അയ്യോ ഭവാനി, ഭവാനി എന്ത് പറ്റി? എന്തിനാ കരയുന്നേ? ഹലോ ഭവാനി, എന്തെങ്കിലും ഒന്ന് പറ. കരയാണ്ട് കാര്യം പറ. എന്ത് പറ്റി എന്ന് പറയൂ ഭവാനി. പ്രിയ, ഞാൻ അദ്ദേഹത്തിന് പാല് കൊടുത്തതാ. അദ്ദേഹം അത് കുടിക്കുകയും ചെയ്തു. പിന്നെ നെഞ്ചത്ത് കൈ വെച്ച് ശ്വാസം വലിച്ചു വലിച്ച് അനങ്ങാണ്ടൊക്കെ കിടക്കുമായിരുന്നു. എനിക്കെന്തോ പേടിയാവുന്നു പ്രിയ. എന്താ ചെയ്യണ്ടെന്ന് മനസ്സിലാവുന്നില്ല.
നീ ചെന്ന് ആരെ നോക്ക്, ഞാൻ അകത്തുണ്ടോ. എടാ രണ്ടുപേര് കഴിച്ച പോലെ അറിയണ്ട, ഞാൻ എടുത്തിട്ട് അകത്തേക്ക് പോവാം. ഹായ് പ്രിയ, അകത്തേക്ക് വരൂ. ഞാൻ കഴിച്ചോണ്ടിരിക്കുകയായിരുന്നേ. ഓ അങ്ങനെയാണോ? നിങ്ങളും ഭക്ഷണം കഴിക്കുന്നോ? ഞാൻ പ്ലേറ്റ് എടുത്തോണ്ട് അയ്യോ വേണ്ട വേണ്ട, ഞാനിപ്പോ കഴിച്ചിട്ട് വന്നതേ ഉള്ളൂ. ഓ ഇപ്പൊ എങ്ങനെയുണ്ട് മാഡം? സാറില്ലാണ്ട് വളരെ കഷ്ടാണോ? കഷ്ടമൊന്നുമില്ലെന്ന് പറയാൻ പറ്റില്ല, നല്ല കഷ്ടപ്പാടെന്നെ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഇതുകൊണ്ട് അദ്ദേഹത്തെ കല്യാണം കഴിക്കില്ലെന്നും, പ്രായമുള്ള ആളല്ലേ, കല്യാണം കഴിച്ച് പെട്ടെന്ന് ഇദ്ദേഹം എന്നെ വിട്ടിട്ട് പോയി കഴിഞ്ഞാ എന്ത് ചെയ്യുന്നു അപ്പോഴേ ആലോചിച്ചത്. ഇതുകൊണ്ട് കല്യാണം വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഇപ്പോ കല്യാണം കഴിഞ്ഞ ദിവസം തന്നെ എന്നെ വിട്ടിട്ട് പോവുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. എന്ത് വേദനയുണ്ടെന്നറിയോ? ശരി ഭവാനി മാഡം, കരയില്ലേ, വിട്ടേക്ക്, എല്ലാം ശരിയാവും. ഒന്ന് സമാധാനപ്പെട്. സോറി മാഡം, ചോദിച്ചത് തെറ്റ് തന്നെ. നിങ്ങൾ കരയരുത്, ഓക്കെ? ഇന്ന് തൊട്ട് നിങ്ങളാണ് ഈ കമ്പനിയെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകേണ്ടത്, ഓക്കെ? ഓക്കെ. നോക്ക് മാഡം, നിങ്ങൾ ഒന്നും ആലോചിച്ചും വിഷമിക്കണ്ട. എന്ത് വേണമെങ്കിലും എപ്പോഴാണെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അറേഞ്ച് ചെയ്യാം. ജോലിക്ക് ഒരാളെ നിർത്താൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുന്നില്ല. എന്തിനാ എല്ലാ ജോലിയും നിങ്ങൾ തനിച്ച് ചെയ്യുന്നേ? അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഒരാളല്ലേ ഉള്ളൂ. എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. ശരി, ഞാൻ നിർബന്ധിക്കുന്നില്ല, നിങ്ങളുടെ ഇഷ്ടം. ആ പിന്നെ നെക്സ്റ്റ് വീക്ക് ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ട്. നമ്മുടെ കമ്പനിയുടെ എല്ലാ ക്ലയൻസും വരുന്നുണ്ട്. അത് പറഞ്ഞിട്ട് നിങ്ങളെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് ഞാൻ വന്നതാ. എന്നാ നിങ്ങൾ കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കും, ഞാൻ ഇറങ്ങുകയാണേ. വരാം മാഡം. എടീ, നീ ആള് ഭയങ്കരയാട്ടാ. എടീ, എന്താടി ഇതൊക്കെ? നിന്റെ അഭിനയം കൊള്ളാലോ. നീ ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാം, നമ്മൾ വിചാരിച്ച എല്ലാ കാര്യം പെട്ടെന്ന് നടക്കും.